യാത്രകൾ അവസാനിക്കുന്നില്ല, വീണ്ടും വീണ്ടും തുടങ്ങേണ്ട അടുത്ത സ്ഥലത്തേക്ക് വലയിടാനായിട്ട് നമ്മൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. നമസ്കാരം, ഒരിക്കൽ കൂടി നമ്മുടെ കടൽമാക്കയുടെ കിടിലൻ കിടുക്കാച്ചി വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഡോൾഫിൻ, ഇഷ്ടം പോലെ ഒന്നുമില്ല, ഒരു 4-5 എണ്ണമൊക്കെ നമ്മുടെ ബോട്ടിന്റെ മുന്നിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. കരയിൽ നിന്ന് കടലിലേക്ക് വന്നിട്ട് നമ്മൾ 7ാമത്തെ ദിവസത്തോട്ടാണ്. അപ്പം നമ്മുടെ ആദ്യത്തെ ഗ്യാസ് സിലിണ്ടർ തീർന്നുപോയി. അങ്ങനെ നമ്മുടെ കൂട്ടബോട്ട്, അതായത് കമ്പനി ബോട്ട് തൊട്ട് ഓപ്പോസിറ്റ് ഓടി വന്നിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു ബോട്ടിൽ, ഇത്രയും ലോങ് ടൈം ഗിൽനെറ്റ് ബോട്ടിൽ 4 സിലിണ്ടർ 5 സിലിണ്ടർ ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ സിലിണ്ടർ നമ്മുടെ കമ്പനി ബോട്ടിലായി പോയി കയറ്റി വെച്ച് ഞങ്ങളൊന്ന് ടെൻഷൻ അടിച്ചു പോയി കുറച്ചു നേരത്തേക്ക്. അതെ അണ്ണന്മാരതേ ഇവിടെ നീന്തി കളിച്ചോണ്ടിരിക്കണേണ്ട, എല്ലാവരും നല്ല പൂളാനൊക്കെ കുത്തി നല്ല കടലിലേക്ക്, നല്ല നീലക്കടലാണ്ട. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇങ്ങോട്ടും തരും, അതുപോലെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ അങ്ങോട്ടും കൊടുക്കട്ടെ. അപ്പൊ ഒരാളത് അപ്പുറത്തേക്ക് കൂടി നീന്തി ബോട്ടിന്റെ അടി കൂടി ഇപ്പുറം തന്നെയാണ് ഈ കണ്ട എന്തൊക്കെ കാഴ്ചകളാണ് കാണിക്കുന്നത്. അങ്ങനെ സിലിണ്ടർ നമുക്ക് ഇട്ടതന്നെയാണ്. കാറ്റും കോളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, നമുക്ക് ബോട്ട് അധികം നേരം അടുപ്പിച്ച് നിർത്താനൊന്നും പറ്റില്ല. കാരണം നമ്മുടെ ബോട്ട് ഇരുമ്പ് ബോട്ടാണ്, പക്ഷെ ആ ബോട്ട് ഫൈബർ ബോഡിയാണ്. തട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് പൊട്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നം. അതായത് സിലിണ്ടറൊക്കെ നമ്മൾ ഇതുപോലെ ഉണ്ട് അപ്പുറത്തെ ബോട്ടിലേക്ക് ചേഞ്ച് ചെയ്യണം. അങ്ങനെ സിലിണ്ടറും തന്ന് അവർ ടാറ്റയും ഡാൻസൊക്കെ കളിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കണ ഈ കാണുന്ന. ഇപ്പൊ നമ്മ വലയിടുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ട് നമ്മുടെ ബോട്ടിനേലും 1.5 നോട്ടിക്കൽ അപ്പുറം ഉണ്ടാവും. ഏകദേശം വയർലെസ്സിൽ നമ്മൾ വിളിച്ചാൽ കേൾക്കണ ദൂരത്ത് ഇവരുണ്ടാവട്ടെ. അധികം ദൂരമൊന്നും പോകൂല, കാരണം ഇത്രയും ഡീപ് സീ ആയതിന്റെ പേരിൽ നമുക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഓടി വരാനായിട്ട് ഈ കമ്പനി ബോട്ടിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ സ്രാങ്ക് ജാക്സൺ ഇട്ട. അങ്ങനെ ഒരു 4 മണി 5 മണിയായപ്പോഴേക്കും നമ്മൾ വല തട്ടാനായിട്ട് തുടങ്ങിയിട്ട കടലിലേക്ക്. കടലിന്റെ സ്വഭാവമാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പല സമയങ്ങളിൽ ഇങ്ങനെ മാറി മാറിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചില സമയങ്ങളിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നല്ല നീലക്കടലായിരിക്കുള്ളൂ. അപ്പൊ വെയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുണ്ടാ. അപ്പൊ വെയിലൊന്നും വക വെക്കാണ്ടാണ് നമ്മുടെ പണിക്കാർ ചേട്ടന്മാര് നേരെ വല തട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 28 കിലോമീറ്ററുണ്ട് ഈ വല. ഓരോ സെറ്റ് വലയുടെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കിലോമീറ്ററോളം വരോട്ടെ. അപ്പൊ ഓരോ സെറ്റ് വലക്ക് ഇതുപോലെ ഓരോ കൊടിക്കമ്പ് ഇറക്കി വിടും. ആ കൊടിക്കമ്പിനകത്ത് ആ റെഡ് കളറിൽ കണ്ടാണ് റഡാർ. അത് നമ്മൾ എവിടെയാണ് ഈ വല കിടക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ GPS-നകത്ത് ആ ഒരു ലൊക്കേഷൻ കാണിക്കും, ഈ ഒരു വല എവിടെയാണ് കിടക്കണേന്നുള്ളത്. അങ്ങനെ വല നമ്മൾ നേരെ കടലിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. 32 ദിവസത്തെ കണക്ക് ഞാൻ പറയാൻ നേരത്ത് പലരും കമന്റ് ചെയ്യണ ഒരു കാര്യമാണ്. അതായത് 32 ദിവസം പഴക്കമുള്ള മീനാണ് ഞങ്ങൾക്ക് തന്നെയെന്ന്. ഒരിക്കലും അല്ല. ഞാൻ മുന്നുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് ഏറ്റവും ആദ്യം പിടിച്ച മീനെല്ലാം പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിത്തീറ്റ അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെയാണ്. ഉള്ളയിൽ നല്ല മീൻ, അതായത് അവസാന ടൈമിൽ കിട്ടുന്ന മീനുകൾ മാത്രമേ നമ്മൾ എക്സ്പോർട്ടിങ്ങിനായിട്ട് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ 2 സെറ്റ് ആൾക്കാർ വല ഇളക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ വലപ്പണി ചെയ്തുകൊണ്ടിരിക്കട്ടെ. അതാണ് ശരിക്കും പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി പണിയാണ്, നമുക്ക് വെറുതെ ഇരിക്കാനായിട്ടേ പറ്റൂല കേട്ടോ. വല എവിടെയാണ് കിടക്കണേന്നുള്ളത് GPS-നകത്ത് കാണിക്കണേണ്ടി കാണുന്നത്. രാത്രിയിലത്തേക്ക് നമുക്ക് കഴിക്കാനായിട്ട് ജെയിൻ സ്ക്വിഡ് എന്ന് പറയും, അതായത് തിമ്മീങ്കലങ്ങളെ വരെ വേട്ടയാടി പിടിക്കുന്നതാണ് ഈ ജെയിൻ സ്ക്വിഡ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആഴക്കടലിൽ മാത്രമാണ് ഇതിനെ കാണാൻ കിട്ടുന്നത്. നമ്മുടെ കൂന്തല കാണാമെന്നല്ല, അതിനേലും വലുതാണ് ഇത്. നമുക്ക് അതിൻ്റെ ഒരു ചെറുതിനാണ് കിട്ടിയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇന്ന് കറിക്കെടുക്കുന്നത്. അത് വെച്ചിട്ട് കൂട്ടുകറിയായിട്ട് ഉണ്ടാക്കാൻ പോണത്. അങ്ങനെ അതെ സരോ കയറി. അപ്പോൾ ഈ നീല ലൈറ്റ് ഉണ്ട്, നീല ലൈറ്റ് മീനുകളെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഈ വലയിൽ കെട്ടി നേരെ കടലിലേക്ക് ഇടുന്നത്. നീല ലൈറ്റ് കാണുമ്പോൾ ചില കോലാനുകൾ അങ്ങനത്തെ മീനുകളൊക്കെ വന്ന് ആകർഷിച്ച് ഇങ്ങനെ വലയിൽ കൊടുക്കും. അപ്പോൾ അതെ ഞാൻ നേരത്തെ പറഞ്ഞ റഡാർ ഇതാണ്ട. സമയം ഇരുട്ടായി മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വലയാണെന്നുണ്ടെങ്കിൽ തീരാറായിട്ടുണ്ട്. അതെ അവസാനത്തെ കൊടിക്കമ്പ് ആൽബർട്ട് ഇതേ വലിച്ചെറിഞ്ഞ് എനിക്ക് കണ്ട ഇതുപോലെ ഇങ്ങനെ പോകും ആ ഒരു കൊടിക്കമ്പ്. അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നാഗരാജണ്ണന് ഇവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം ചതക്കാനായിട്ട് തുടങ്ങിയിട്ടാ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ജെയിൻ സ്ക്വിഡ് കൂട്ടുകറിയാണ് നമ്മൾ വെക്കണത്. അപ്പോൾ അതെ ആദ്യം തന്നെ അത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേണ്ട. കാരണം ഇത് അത്യാവശ്യം വേവുള്ള സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സംഭവം പുഴുങ്ങി കിട്ടിയിട്ടാ. പക്ഷെ ഇത് തികയോ ഇല്ലെന്ന് അറിയില്ല, ആകെ കുറച്ചേ ഉള്ളൂ. ഇവരെന്താണ് ഇത്ര പിഷ്കണേന്ന് എനിക്കും അറിയില്ലട്ടാ. രാത്രിയിലത്തേക്കുള്ള ഈ ഒരു കൂട്ടുകറി വെക്കണത് നമ്മുടെ സ്രാങ്ക് തന്നെയുണ്ട്. പുള്ളിക്കാരൻ ആദ്യം 10 വർഷം കിച്ചൺ പണിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എഞ്ചിൻ സൈഡിൽ ഡ്രൈവറായിട്ട് പണിയെടുത്ത് അത് കഴിഞ്ഞ് ഇപ്പോഴാണ് സ്രാങ്കായിട്ട് പോണേട്ടാ. അപ്പോൾ അതെ സവാള ഇഷ്ടം പോലെ ഉണ്ട്, അതുപോലെ പച്ചമുളക് 2-3 ഉണ്ട്, പിന്നെ കുറച്ച് തക്കാളിയും ഉണ്ട്. കൂട്ടുകറി എന്ന് പറയണേലും നല്ല ഇതിനെ സവാളക്കറി എന്ന് പറയണായിരിക്കുള്ളൂ. പിന്നെ ടേസ്റ്റിന് വേണ്ടി കുറച്ച് ആ ഒരു സ്കിഡിന്റെ സംഭവം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
കണ്ട അത്രയും ഉള്ളാകെ. അപ്പം ഇത് ഇനി ഇത്രയും പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പം എന്തോരം നമുക്ക് കിട്ടുമെന്നുള്ളത് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാനുള്ളൂ. അപ്പം ഇതിന് നല്ല മീൻ എടുക്കണമായിരുന്നു. അപ്പം എന്തോരം അബദ്ധം പറ്റി ഇങ്ങനെ വേണ്ട. അപ്പം അതിനകത്തേക്ക് ചിക്കൻ പൊടിയൊക്കെ ഇടുന്നുണ്ട്. 65-ന്റെ മസാലയാണ് ഇടുന്നത്. അത് അത്യാവശ്യം നല്ലൊരു ടേസ്റ്റുള്ള സംഭവമാണ്. കാരണം ആ ഒരു മസാല ഇട്ട് കഴിഞ്ഞാൽ വേറെ മല്ലിപ്പൊടിയാ, മുളക് പൊടിയാ, മഞ്ഞൾപ്പൊടിയാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഉപ്പ് വരെ കൂട്ടുകറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണം. അപ്പം ഇവർ തട്ടുന്നാണ് പാത്രത്തിന് പറയണത്. തട്ടില്ലാത്തതിൻ്റെ പേരിൽ ചെറിയൊരു മൂടിയലാണ് ഞങ്ങൾക്ക് രണ്ടുപേരും കഴിക്കാനുള്ളതിന് എടുത്തേണേട്ടാ. கொஞ்சம் ரைஸ், அப்புறம் அந்த ஃப்ரை, மீன் ஃப்ரை, அப்புறம் கனவா. எப்படி இருக்கு? അങ്ങനെ വലയെല്ലാം ഇട്ട് കുറച്ച് ഞങ്ങൾ മാറിക്കിടക്കാനായിട്ട് പോയിണ്. അപ്പൊ അതെ നമ്മുടെ ബോട്ടിന്റെ മുന്നിൽ വീണ്ടും ഡോൾഫിൻ കുട്ടന്മാര് വന്നേക്കേണ്ട. ഇവർ കുറേ നേരം നമ്മുടെ ബോട്ടിന്റെ മുന്നിലുണ്ടായിട്ട് കപ്പിൾസ് ആണെന്ന് തോന്നുന്നു. എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് ഇവർ ബോട്ടിന്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തണേട്ടാ. എന്തായാലും നല്ല ഭംഗിയായിരുന്നു. നമ്മൾ അവിടെ നീട്ടി മാറി കഴിഞ്ഞപ്പോൾ തന്നെ ഇവന്മാർ വിട്ടുകളയും ചെയ്തു. അപ്പോൾ ആളൊരാൾ അവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എന്തോരം നേരം വേണമെങ്കിലും ബോട്ടിന്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭ്യാസം കാണിച്ച് ഇവർ നടന്നോട്ടെ. കിടക്കാനായിട്ട് പുറത്താണ് കിടക്കാറ്. അങ്ങനെ കിടന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ ഉടുക്കത്തെ കാറ്റ് ഒരു രക്ഷയില്ല. കാറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണ പോലെയല്ല. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി, വീൽ ഹൗസിൻ്റെ ഉള്ളിൽ കയറി. അങ്ങനെ നമ്മുടെ നെറ്റുകളെല്ലാം കിടക്കണുണ്ട. ഓരോ സ്ഥലത്ത് ആണ്ടവർ എന്ന് പറയുന്ന നെറ്റ് നമ്മുടെ ബോട്ടിൻ്റെ നെറ്റുകളുണ്ട് GPS-നകത്ത് കാണിക്കുന്നത്. ഒരു 2-3 മണിക്കൂറോളം കിടന്നുറങ്ങിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഒരു 2 മണിയായപ്പോഴേക്കും വല പിടിക്കാനായിട്ട് എണീപ്പിച്ചിട്ടാണ്. ലൈറ്റെല്ലാം ഇട്ട് എല്ലാവരെയും വിളിച്ചെണീപ്പിച്ച് വല പിടിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ തുടക്കം തന്നെ ചെറിയൊരു കാറ്റും പിന്നെ ഒരു മഴയൊക്കെ ചെറുതായിട്ട് വന്നങ്ങോട്ട് പോയട്ടെ. പക്ഷേ അധിക നേരത്തേക്ക് ഉണ്ടായില്ല. കാറ്റ് നല്ല രീതിയിൽ കാറ്റുണ്ടായിരുന്നു. ആദ്യം തന്നെ നമുക്ക് ചൂരമീനാണ് ഉണ്ടാക്കിട്ടത്. പൊതുവേ ഈ പണിക്ക് പോയി കഴിഞ്ഞാൽ കൂടുതലും കിട്ടുന്നത് ഈ വരയൻ ചൂരയാണ്. സ്കിപ്പ് ജാക്ക് ട്യൂണാന്ന് ഇംഗ്ലീഷിൽ പറയൂട്ടാ. ചൂര, അതുപോലെ കോലാൻ, കട്ടക്കൊമ്പൻ, പിന്നെ നമ്മുടെ ഓലക്കൊടിയൻ, തെരണ്ടി, അങ്ങനത്തെ മീനുകളാണ് കൂടുതലും ഇതിൽ കിട്ടുന്നത്. പിന്നെ ചില സമയങ്ങളിൽ സ്രാഗം കിട്ടോട്ടെ. പിന്നീട് കുറെ ചേട്ടന്മാരുടെ സംശയമാണ് ഈ മീനുകളെല്ലാം ചത്താണ് വന്നെ, എന്താണ് അങ്ങനെയെന്ന്. നമ്മുടെ മറ്റേ ബോട്ടിനകത്ത് വല പൊട്ടിക്കുമ്പോൾ തന്നെ പിടക്കണ കാണാൻ പറ്റും. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ വല ഇട്ട് കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞാണ് നമ്മ ഈ മീനെ എടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിൽ തന്നെ കിടക്കണതിൻ്റെ പേരിൽ അങ്ങനെ ചീത്താവില്ല. പക്ഷേ ഇത്ര മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ മീനെല്ലാം ചത്തുപോകും. കാരണം ഈ ചൂര കേരാന്നൊക്കെ പറയണ മീൻ വാ പൊളിച്ചാണ് നീന്തുന്നത്. അപ്പോൾ ഈ പെട്ടെന്ന് ഇതിൻ്റെയൊക്കെ ആ ഒരു ബ്രീത്തിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാണ്ടായി കഴിയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ സാധനമൊക്കെ ചത്തുപോകും. ഒട്ടുമിക്ക മീനുകളും ഈ കോലാനും ഓലക്കൊടിയിലും പിന്നെ ഈ സ്രാഗെല്ലാം ചത്തായിരിക്കുള്ളൂ. തന്നെ ജീവനുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തെരണ്ടിക്കായിരിക്കുള്ളൂ. അതിന് ജീവനുണ്ടാവട്ടെ. അപ്പോൾ അതേ വലയിനകത്ത് കിട്ടിയ ഒരു പന്നിക്കോലാനാണ് ഈ കാണുന്നത്. പന്നിക്കോലാൻ നമ്മുടെ സ്പോട്ട് ഫിഷ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ കൊമ്പ് നമ്മൾ ഒടിച്ചോളയോട്ടോ. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ നേരത്തല്ലെങ്കിൽ നമ്മുടെ കാലുമ്പോൾ തന്നെ കയറും. അതുകൊണ്ട് അതിൻ്റെ കൊമ്പ് ഒടിച്ചോളേനാണ് ഈ കാണുന്നത്. കണ്ട, ഇത് ഒരു മീഡിയം സൈസാണ്, അത്രയും വലിപ്പമൊന്നുമില്ല. അതെന്തോ ഒന്നും നമ്മുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. കാരണം ഇത്രയും മീൻ കൂട്ടങ്ങൾ വന്നോന്നുണ്ടെങ്കിൽ എന്തോ വലിയ മീൻ കയറിയിട്ടുണ്ടാവും. കണ്ട തെരണ്ടിയാണ്ട കയറിയിരിക്കണം. അതെ കണ്ട, ഒരു അത്യാവശ്യം വലിപ്പമുള്ള തെരണ്ടി അങ്ങോട്ട് കയറിയിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും കാഴ്ചയിൽ അത്യാവശ്യം വലിപ്പമുണ്ടിട്ട് ഇത്രയും പേര് അതിനെ ചേർന്ന് പൊക്കി കയറിനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ചത്തിട്ടില്ല, അതാണ് വിഷയം. കാരണം ചത്തിട്ടില്ലെങ്കിൽ ഇത് കിടന്നിങ്ങനെ പിടച്ചോണ്ടിരിക്കും. അപ്പോൾ അതേ നമ്മ വലിച്ച് പൊക്കി കയറ്റിക്കൊണ്ടിരിക്കണേണ്ടി കാണുന്ന തെരണ്ടിനെ. തെരണ്ടി കയറിയാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലനെ കറക്കി കളയത്. അതായത് ഇതിൻ്റെ ചിറക് വെച്ച് അടിച്ചടിച്ചടിച്ച് രക്ഷപ്പെടാൻ നോക്കി നോക്കി നമ്മുടെ വല കിടന്നിങ്ങനെ കറങ്ങി ഒരു സെറ്റ് വലയോളം ചീത്തായി കളയും. ഇപ്പം ഒരു സെറ്റല്ല കേട്ടോ, അതെന്തോരം അതിന് കറക്കാൻ പറ്റണോ അത്രയും അത് കറക്കി കളയും. അപ്പോൾ അതേ അടുത്ത മീൻ എന്തോ വന്നിട്ടുണ്ട് കേട്ടാ. ബ്ലൂ മാർലിൻ, നമ്മുടെ മാർലിനാണ്. മാർലിൻ ഫിഷ് എന്താ പറയുക, കോലാൻ എന്ന് പറയുന്ന മീനാണ്ട്. കോലാൻ വേണ്ട, ബ്ലൂ മാർലിനാണ് ഈ പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആൽബർട്ടും പിള്ളേരൊക്കെ കൂടി. നോക്കി ഒരു സെറ്റ് വലയിൽ നമുക്ക് വന്ന മീനാണ്ട് അടുത്ത സെറ്റ് എടുക്കാൻ പോയിണ്. ആദ്യം തന്നെ നമുക്ക് ചെറിയൊരു പന്നിക്കോലാനെ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ട ചൂരമീൻ കിടക്കണ കിടപ്പോക്കി. അപ്പോൾ ഇതിനകത്ത് തന്നെ ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റിയൊക്കെ അങ്ങനെ ഉണ്ടിട്ട് ഇവർ വിൽക്കാൻ നേരത്ത് അങ്ങനെയൊക്കെ തിരിച്ചാണ് ഈ മീനെ വിൽക്കണത്. എന്തെങ്കിലുമൊക്കെ ചെറിയൊരു സെക്കൻഡ് ക്വാളിറ്റി അല്ലെങ്കിൽ തേർഡ് ക്വാളിറ്റി ആക്കി കളയോട്ടെ അതിൻ്റെ ആ ഒരു ഡാമേജ് അനുസരിച്ച്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തെരണ്ടി കയറി കഴിഞ്ഞാൽ വല കറക്കി കളയുമെന്ന്. നമ്മുടെ ആ ഒരു കമ്പും അതുപോലെ ബോയയും എല്ലാം കറക്കി നശിപ്പിച്ചിട്ടാണ് വേണ്ടി കാണുന്നത്. ഇതിനി പൊക്കി കയറ്റണമെന്നുണ്ടെങ്കിൽ ഇരട്ടിച്ചടങ്ങാണ്. അപ്പോൾ കപ്പിയെല്ലാം കൊളുത്തി എല്ലാവരും കൂടി ചേർന്ന് ഈ സാധനം പൊക്കി കയറ്റാൻ പറ്റുള്ളൂ. തെരണ്ടി കയറി കഴിഞ്ഞാലുള്ള പണി ഇതാണ്. കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് കിട്ടും,
പക്ഷെ ഇതുപോലെ വല നശിപ്പിച്ച് വെറുതെ കറക്കി കളയും. അപ്പോൾ ആ വലനെ നമ്മൾ രണ്ടാമത് വീണ്ടും കറക്കി കറക്കി റീസെറ്റൊക്കെ ചെയ്തെടുക്കണം. അത് ഈ വീഡിയോയിൽ ഉണ്ടിട്ട് എല്ലാവരും ഫുള്ള് കാണാം. കണ്ടത് നോക്കിയതേ വലയുടെ കോലം കണ്ട് ഇതുപോലെ ആയിക്കളഞ്ഞു. പലർക്കും 32 ദിവസം പണിയുള്ള ബോട്ടിലാണ് പോയെന്ന് പറഞ്ഞിട്ടും പലരും പറയണത് ഇത്രയും ഫീൽഡിൽ ഞങ്ങൾ കൊണ്ട് 32 ദിവസം കിടക്കണ ഏത് ബോട്ടാണെന്നാണ് പലരും ചോദിക്കുന്നത്. അവരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തറവേക്കുളം എന്ന് പറയുന്ന സ്ഥലമുണ്ട് നമ്മുടെ തമിഴ്നാട് തൂത്തുക്കുടിയിൽ. അവിടെ ഉള്ള ഒട്ടുമിക്ക ആളുകളുടെയും പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വലിയ ബോട്ടിൽ പോലാണ്ട. അപ്പോൾ അതെ ഒരു കിടിലൻ ഓലക്കൊടിയും കിട്ടിയിട്ടുണ്ട്. ഒരു മീഡിയം സൈസ്, അധികം വലിപ്പമൊന്നുമില്ല, ഒരു ചെറിയ സൈസുള്ള ഒരു ഓലക്കൊടിയാണ്. ഇതുപോലെ ഡീപ് സീ പണിയാണ് അവർ ചെയ്യണത്. 30-32 ദിവസം 28 ദിവസമൊക്കെ എടുത്താണ് ഈ ബോട്ടുകൾ കടലിൽ പോയി വന്നേട്ടാ. അപ്പൊ ഇനിയും വിശ്വാസമില്ലാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അവിടെ നേരിട്ട് പോയി അന്വേഷിച്ച് ഇതുപോലത്തെ ബോട്ട് ഉണ്ടാകുന്ന നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മ പറയണമെന്ന് വിശ്വസിക്കുക. ചുമ്മാ പറഞ്ഞാണ്ട നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വിശ്വസിക്കുക. അപ്പൊ അതെ ഒരു കിടിലം തെരണ്ടി വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. അതിനെ ബീഞ്ചിലടിക്കാൻ പോയിണ് നമ്മ. ചില മീനുകളെ കാണുമ്പേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അതുപോലെയാണ് ഈ തെരണ്ടി പെട്ടെന്ന് ചാവൂല, ഇങ്ങനെ കിടന്ന് പിടച്ചോണ്ടിരിക്കും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തിരിച്ച് കടലിലേക്ക് കളയാൻ പറ്റില്ല. മീൻ പിടിക്കാനായി പോയില്ല വന്നത്. അടുത്തൊരു കോലാണ് നമ്മുടെ വലയിനകത്ത് കിട്ടിയിട്ടുണ്ട്. വീഞ്ചിലടിക്കാൻ പറ്റാത്ത മീനാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് പൊക്കിയെടുക്കേണ്ടതാണ്. വീഞ്ചിലടിക്കാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വല ഇങ്ങനെ കറങ്ങി വന്നിട്ടുണ്ടല്ലേ, അതിലൂടെ മീൻ വരാത്ത പക്ഷം, അതായത് അത്രയും വെയിറ്റ് ഉള്ള മീനാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡിലേക്ക് കൊണ്ടുവരും. അതായത് വലയപ്പാടി പുറത്തേക്ക് ഇട്ടിട്ട് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഹുക്ക് വെച്ച് നമ്മൾ പൊക്കിയെടുക്കുകയാണ്. കണ്ട അടുത്ത കോലാനാണ്ട മാർലിൻ ഫിഷാണ് ഈ കിട്ടിയത്, ബ്ലൂ മാർലിൻ. നോക്കി അത്യാവശ്യം വലിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇനി അടുത്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെരണ്ടി കറക്കിക്കളഞ്ഞ വല റെഡിയാക്കലാണ്ട. അങ്ങനെ വലപ്പണി മീൻ പിടുത്തൊക്കെ ആയിട്ട് സമയം പയ്യെ പയ്യെ വെളുത്തു വന്നിടാം. ചില സമയങ്ങളിൽ വെളുപ്പാങ്കാലത്ത് നല്ല തണുപ്പായിരിക്കും. അതായത് കാറ്റടിക്കുമ്പേ ഒരു രക്ഷ ഉണ്ടാവില്ല, നല്ല തണുപ്പായിരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ വലപ്പണി എടുക്കുന്നുണ്ട്, അതുപോലെ കുറച്ച് പേര് ഇവിടെ ചായ കുടിക്കുന്നുണ്ട്. കട്ടൻ ചായ ഉണ്ട്, അതുപോലെ മിക്സർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവർ രാവിലെ തന്നെ കഴിക്കണത്. പിന്നെ നമുക്ക് കിട്ടിയ ചൂരയാണ് ഈ കാണുന്ന. ഇപ്പം അതിനകത്ത് കുറച്ച് മീനെ നമ്മ മുന്നേ സ്റ്റോർ ചെയ്തിരുന്നു. ഇപ്പം ഇനി അടുത്ത മീനുകളെയൊക്കെ നമ്മ ഇപ്പം സ്റ്റോർ ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. ഫുള്ള് വല കയറുന്നവരെയും കാത്തിരുന്ന് കഴിഞ്ഞാൽ മീൻ മോശമായി പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മീൻ കിട്ടുന്നതനുസരിച്ച് നമ്മൾ സ്റ്റോർ റൂമിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കോട്ടെ. അടുത്ത കാഴ്ചകളെല്ലാം നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കണ്ടാലോ, കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ വീണ്ടും ഒരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ടാറ്റാ.